ഹലോ, നമ്മൾ ഇന്ന് സുംബ ഒരു സോങ് ഇട്ടിട്ട് അതിന്റെ കൂടെ സ്റ്റെപ്സ് ചെയ്യലല്ല ചെയ്യാറ്. ഇന്ന് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നടന്നിട്ട് ഫുൾ വാക്കിംഗ് എക്സസൈസ് ചെയ്യാം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മടിയന്മാർക്കും മടിച്ചികൾക്കും വേണ്ടി ഒരു ദിവസത്തെ ഒരു കംപ്ലീറ്റ് വർക്കൗട്ട്. അപ്പൊ നിങ്ങൾ കുറെ സോങ്സ് എടുത്ത് ഒരു 45 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്യണ്ട. പകരം ഇത് ഒരു 3-4 മിനിറ്റ്, എത്ര മിനിറ്റ് നിങ്ങൾക്ക് സ്റ്റാമിന ഓൾറെഡി ഞങ്ങളൊരു വർക്കൗട്ട് കഴിഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മള് സ്ക്വാട്സ് ആഡ് ചെയ്യും, ജമ്പിങ് ജാക്സും എല്ലാതും ഫ്ലോർ വർക്കൗട്ട് ഉണ്ടാവും. ഡെയിലി ഇത് ഒരു തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള ഒരു വർക്കൗട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം വേണ്ടത് ബോഡിക്ക് വാമപ്പ്. അപ്പൊ ചെയ്യുമ്പോൾ ഒരു രീതിയുണ്ട്, ഹെഡ് ടു ടോ. അപ്പൊ നമുക്ക് ആദ്യം ഹെഡിന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഇങ്ങനെ വട്ടി പോലെ നിന്നോ. എന്നിട്ട് നമ്മൾ ഹെഡിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. റൗണ്ട് ചെയ്തോ, 4 കൗണ്ട്സ് വെച്ച് തുടങ്ങാം. ചെയ്തോ, റെഡി? 5, 6, 7 ഗോ. 1 and 2 and 3 and 4. Switch. 1 and 2 and 3 and 4. അപ്പൊ നെക്കിന്റെ കിട്ടി. ഇനി നമുക്ക് ഷോൾഡേഴ്സിന്, ശരിക്കും പറഞ്ഞാൽ ഷോൾഡേഴ്സിന് ഒരു എക്സസൈസ് ഉണ്ടാവും, പിന്നെ ആംസിന് ഒരെണ്ണം സെപ്പറേറ്റ് ഉണ്ടാവും. നമുക്ക് മടിയന്മാരും മടിച്ചികളാണല്ലോ, അപ്പൊ നമുക്ക് രണ്ടും കൂടെ ക്ലബ് ചെയ്യാം. എല്ലാവരും കൈ സ്ട്രേറ്റ് പിടിച്ചോ. ഇനി നമ്മള് റൊട്ടേറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. 1 അല്ല, വിരിച്ചെടുത്തോ. 2 3 and 4. ബാക്ക്. 1 and 2 and 3 and 4. ഇനി നമുക്ക് വേണ്ടത് ഇത്ര പോർഷൻ. അപ്പൊ കൈ പിടിച്ചോ. എന്നിട്ട് നമ്മൾ നോക്കിക്കോ, പിന്നിലേക്ക് ഹാഫ് ടേൺ ചെയ്യാൻ പോകാം. നോക്കിക്കോ, പിടിച്ചോ. റെഡി? 5, 6, 7 ഗോ. 1 and 2 and 3 and 4 and 5 and 6 and 7. സ്റ്റോപ്പ്. ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് ബോഡിയിൽ ട്വിസ്റ്റ് ചെയ്യാൻ നോക്കാം. മാക്സിമം സ്ട്രെച്ച് കേട്ടോ. അപ്പൊ ഇത്ര കഴിഞ്ഞു. ഇനി കമ്മിങ് ടു സ്ക്വാട്സ്. സ്ക്വാട്സ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസിന് ആവശ്യമുള്ളതാ. അപ്പൊ സപ്പോർട്ട് വേണ്ടവര് കൈ ഇങ്ങനെ പിടിക്കാം. അപ്പൊ നമുക്കൊരു ബലം എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇവിടെ പിടിക്കാം. പിടിച്ചോ. റെഡി? 5, 6, 7 ഗോ. 1 and 2 and 3 and 4 and 5, 6, 7 and stop. ഇനി വേണമെങ്കിൽ കാല് ലാസ്റ്റ് ഫീറ്റ് പോർഷൻ ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. രണ്ട് ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഈ കാലും ബാക്ക് റൊട്ടേഷൻ. അപ്പൊ നമ്മുടെ ഫുൾ ബോഡി ഒന്ന് അനങ്ങി കിട്ടിയിട്ട് ഇനി നമ്മൾ വാക്ക് ചെയ്തിട്ട് പതുക്കെ നമ്മുടെ ഇന്നത്തെ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ വാക്ക് ചെയ്തോ. ആരും സ്റ്റോപ്പ് ചെയ്യണ്ട. നമ്മളിങ്ങനെ വാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമുക്ക് ഫസ്റ്റ് തൈസിനുള്ള വർക്കൗട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ. കുറച്ചധികം തൈസിനുള്ളത്. കാരണം എല്ലാവരും എന്നോട് ചോദിക്കുന്നത് തൈസ് എങ്ങനെ കുറയ്ക്കാമെന്ന്. കുറെ റിക്വസ്റ്റ് വന്നിട്ടുള്ള തൈസിന് നമുക്ക് തൈസ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ലെഗ് കിക്സ് എന്ന് പറയും. അപ്പൊ പതുക്കെ നിന്നിട്ട് നോക്കിക്കോട്ടോ. നമ്മൾ കിക്ക് ചെയ്യാൻ പോകും. 1 കിക്കും 2 കിക്ക്. മാക്സിമം ഹൈ കിക്ക് എത്തിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? 5, 6, 7 ഗോ. 1 സ്റ്റോപ്പ്. 2 stop. 3 4 5 6 7 and 8. മതി. ഇനി നമുക്ക് അടുത്തത് ലെഗ് സ്വിങ്സ് ചെയ്യാം. അതായത് കൈ ഇവിടെ വെച്ചോ. എല്ലാവരും കൈ ഇവിടെ വെച്ചോ. നോക്കിക്കോ. 1 2 3 4 5 6 7 and switch. വെക്കുക. 1 2 3 4 5 6 7 and switch. 1 2 3 4 5 6 7 and switch. 1 2. ഇത് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യും. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ വെച്ചു. ഇനി അടുത്തത് ചെയ്യാനുള്ളത് സ്ട്രെച്ച് ചെയ്യാം. ഫുൾ ലെഗ് സ്ട്രെച്ച് ചെയ്യാം. അതായത് ഞാൻ ടോസിൽ നിൽക്കാൻ പോവാ. ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ബാക്ക് ടു പൊസിഷൻ. അപ്പൊ കൈ ഇങ്ങനെ വെച്ച് എല്ലാവരും റെഡി? 5, 6, 7 ഗോ. 1 and 2 3 and 4 5 and 6 7 and 8. ഇനി നമുക്ക് ലെഗ് സ്വിങ്സ് രണ്ട് ആംഗിളിലായിട്ട് ചെയ്യാം. അപ്പൊ ചെയ്യുമ്പോൾ എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ കൈ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. സ്വിങ്സ് വരുമ്പോൾ ആദ്യം ഈ 45 ഡിഗ്രിയും പിന്നെ ഈ 45 ഡിഗ്രി. നോക്കിക്കോ. 1 2 3 4 5 6
7 and switch. Ini 1 2 3 4 5 6 7 and switch. 1 2 3 4 5 6 7 and switch. 1 2 3 4 5 6 7 and switch. അപ്പം ഇതാണ് ബേസിക് തൈ വർക്കൗട്ട്. ഇനി നമുക്ക് ഫ്ലോറിൽ ചെയ്യാം. ഫ്ലോറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ മുട്ടുകുത്തിരിക്കുക. ഇനി ഇതിനെ ഡോങ്കി കിക്സ് എന്ന് പറയും കേട്ടോ. ഡോങ്കി കിക്സ്. അപ്പൊ ഒരെണ്ണം കാണിച്ചു തരാം. ഇങ്ങനെ 1 2 3 4 ഇതാണ് ഡോങ്കി കിക്സ്. അപ്പൊ നമുക്കിനി 4 വെച്ച് ചെയ്യാം. റൈറ്റ് ലെഗ് 4ഉം ലെഫ്റ്റ് ലെഗ് 4ഉം. അപ്പൊ ഇരുന്നോ, നമ്മൾ ഡോങ്കി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ചെയ്യാം. 5 6 7 1 പൊസിഷൻ, 2 പൊസിഷൻ, 3 പൊസിഷൻ, 4 പൊസിഷൻ. ഇനി മറ്റേ ലെഗ് 1 പൊസിഷൻ, 2 പൊസിഷൻ, 3 പൊസിഷൻ, 4 പൊസിഷൻ. ഇനി ഇതിനെ വേണമെങ്കിൽ ആഡ് ഓൺ ആയിട്ട് തൈസ് ഉള്ളിലേക്ക് എടുത്തിട്ട് നമുക്ക് സ്റ്റൊമക്ക് ക്രഞ്ച് ചെയ്യാൻ പറ്റും, ആപ്സ് ക്രഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കിക്കോ, 1 കിക്ക്, 2 കിക്ക്, 3 കിക്ക്, 4 കിക്ക് പൊസിഷൻ. ലെഫ്റ്റ് ലെഗ് 1 കിക്ക്, 2 കിക്ക്. ഇത് ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ ആപ്സ് ക്രഞ്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. അത് വയറ് കുറയ്ക്കാനും നല്ലതാണ്. പൊസിഷൻ. ഓക്കെ, ഇപ്പൊ 4 ടൈംസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് പതുക്കെ നമ്മൾ പൊന്തി. ഇതാണ് നമ്മൾ തൈസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്ഔട്ട്സ്. ഇനി നമുക്ക് കുറച്ച് വേഗക്കാൻ വേണ്ടി ചെയ്യാം. ഇതിലെ നമ്പർ 1 വർക്ക്ഔട്ട് ആണ് ജമ്പിങ് ജാക്സ് എന്ന് പറയും. ജമ്പിങ് ജാക്സ് എല്ലാവർക്കും അറിയാലോ ഇത്. അപ്പൊ നമ്മളിതിൽ ഇത്തിരി കൂടെ എന്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. 1 2 3 4. അപ്പൊ അത് നമുക്കൊരു 20 കൗണ്ട്സ് ചെയ്യാം. പെട്ടെന്ന് വേർത്ത് കിട്ടുന്നുണ്ടോ. 5 6 7 go. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 and stop. അപ്പൊ കുറച്ച് വേർത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. ഒരു 20 കൗണ്ട്സ് ഇത്തിരി കൂടെ വേർത്ത് കിട്ടാനാ കേട്ടോ. ഇവരൊക്കെ ഒന്ന് ഒട്ടച്ചെടുക്കാൻ പോവാം. 5 6 7 go. 1 and 2 and 3 and 4 and 5 and 6 and 7 8 9 10 11 12 13 14 16 17 18 19 and stop. ഇനി ഇത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ലപോലെ വേർത്തൊരു ഫീലിംഗ് തോന്നും. അപ്പൊ നമ്മൾ പതുക്കെ വാക്ക് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തോ. ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ശരിക്കും തടി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തുമ്പോൾ നിൽക്കാൻ പാടില്ല, നടക്കാം. നടന്ന് 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 ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിന്നെ നമ്മൾ നടന്നുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് യൂണിവേഴ്സൽ മാസ് റിഡക്ഷൻ ആണ് ബോഡിക്ക്. അതായത് നമ്മുടെ ബോഡി ഫുള്ളായിട്ടാണ്. അപ്പൊ അതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്താണെന്നറിയോ, ജമ്പിങ്സും സ്കിപ്പിംഗ്, ജമ്പിങ്, സ്വിമ്മിങ്, അതൊക്കെ നല്ലതാണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് സൈഡ് ക്ലാപ്പ് ചെയ്യാം. സൈഡ് ക്ലാപ്പ് എന്ന് പറയുമ്പോൾ ബേസിക് 1 സ്റ്റെപ്പ് ആണ്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു, നിർത്തി അടി. ഓക്കെ, 1 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 1 ക്ലോസ് 1 ക്ലോസ് 1 ക്ലോസ് 1 and close. ഇതെങ്ങനെ സൈഡ് ക്ലാപ്പ് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 1 1 1 step. Ready? 5 6 7 and go. 1 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 and walk and walk, walk and walk, walk and walk. ഇനി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. ഇനി നമുക്ക് കുറച്ച് ചാടാം. നല്ല എയറിൽ ഇങ്ങനെ ഹൈറ്റിൽ ചാടാൻ നോക്കാം. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കഥച്ചോളൂ കേട്ടോ. റെഡി റെഡി. ചാടാൻ മതിയുണ്ടോ കുട്ടികളെ? ഇല്ലല്ലോ, ചാടാം. 5 6 7 go. Jump and jump, jump and jump, jump and jump, jump and jump. 1 2 3 4 5 6 7 8 9 10 11 12 13 16 17
18, 20, stop. Walk and walk. Walk and walk. Breathe out, breathe out. ചാടിയോ? മടിച്ചിപ്പാറുവാട്ടോ, നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇപ്പൊ നമ്മൾ നടന്നോണ്ടിരുന്നു. ഇപ്പൊ ഒരുവിധം ടെസ്റ്റ് കാണും, എല്ലാവരും ഒരുവിധം ടെസ്റ്റ് കാണും. അതിന് നമുക്ക് ത്രോയിങ് ചെയ്യാം. ത്രോയിങ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് കുറയ്ക്കണം. എല്ലാവർക്കും എപ്പോഴും അറിയേണ്ടത് എങ്ങനെ വയറ് കുറയ്ക്കാമെന്നാണ്. നമ്മുടെ പൊതുവെ മലയാളികൾക്ക് കേട്ടോ വയറ എപ്പോഴും എക്സ്ട്രാ ആയിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെ ത്രോയിങ് ചെയ്യാം. ത്രോയിങ് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, അതിങ്ങനെ ത്രോ ചെയ്ത് കൊടുക്കാം. കാല് നല്ല പോലെ കിക്ക് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ടത് വയറ് നന്നായി നീക്കി പിടിക്കാം. 5, 6, 7, go. 1 and 2 and 3 and switch. 1 and 2 and 3 and switch. 1 and 2, 3 and switch. 1, 2, 3, switch. 1, 2, 3, switch. 1, 2, 3 and stop. Walk, 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 walk. Walk and walk. Breathe out, breathe out. ഇത് നമുക്ക് ഇതെന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. നമുക്കൊന്നും കൂടെ ജമ്പിങ് ജാക്സ് ചെയ്യാം, സൈഡ് ക്ലാപ്സ് ചെയ്യാം. അപ്പൊ ഏകദേശം തീരുമാനമാവും. ഇവരിന്ന് ഓൾറെഡി ഒരു വർക്കൗട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് നിൽക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ജമ്പിങ് ജാക്സ് ചെയ്യാം കേട്ടോ. എത്ര കൊണ്ട് വേണം? ഇപ്പൊ ഒന്നൊക്കെ പറ്റില്ലേ? 10 ചെയ്യാം, പിന്നെ 10 ചെയ്യാം. 5, 6, 7, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 and stop. Walk, 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 walk and walk. Breathe out, breathe out, breathe out, breathe out. ഓക്കെ, ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഞങ്ങൾ പൊതുവെ ഇവിടെ ഇങ്ങനെ ഓടും. റൗണ്ടിട്ട് തിരുവാതിരക്ക് നിൽക്കുന്ന പൊസിഷനിൽ ഓടട്ടെ. പൊസിഷൻ മാറുക. 1, 2, 3, 4, 5, 6. ഒളിച്ചു നിൽക്കാൻ ഒരാൾ പോകുന്നുണ്ട്. 1, 2, 3, 4. മതിയോ? 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. സൈഡ് ക്ലാസ് ചെയ്യാം നമുക്ക്. ഇങ്ങനെ 5, 6, 7, go. Side clap, 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 clap. വേണമെങ്കിൽ നമുക്ക് ഫോണിലൊക്കെ കേട്ടോ. Clap, 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 clap. 1, 2, 3, 4, 5, 6, 7 and stop and walk. Walk, 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 walk. Breathe out, breathe out. ഇതിനെതിരെ അറിയണോ? അറിയണോ? ലൈൻ ഇതില് മലയാളമല്ലേ? ഓക്കെ, walk and walk, walk and walk. ലാസ്റ്റ് നമുക്ക് കുറച്ച് ജമ്പിങ് കൂടെ ചെയ്യാം. അത്യാവശ്യം കഴിച്ചിട്ടുണ്ടല്ലേ? ഇല്ലേ? ഓക്കെ, നമുക്ക് ചാടാം. 5, 6, 7, jump, jump and jump, jump and jump. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12, 15.
വലിച്ചുകൊണ്ടിരുന്ന അപ്പൊ തന്നെ നിർത്തരുത്. വാക്കിംഗ് പതുക്കെ ആക്കുക, കാല് പതുക്കെ ഇത്തിരി ഡിസ്റ്റൻസിൽ വെക്കുക, പതുക്കെ നിർത്താം. എന്നിട്ട് നോക്കിക്കോട്ടെ. അതാണ് കൂൾ ഡൗൺ സെഷൻ. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഓക്കെ ഓക്കെ ഡൗൺ. വേണമെങ്കിൽ ഇങ്ങനെയും നിർത്താം. ഇനിയും കൂൾ ഡൗൺ ഒത്തിരി റൂട്ടീൻ ഉണ്ട്. നോക്കിക്കോ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോവാം, എന്നിട്ട് ഇത് നേരെ താഴെ കൊണ്ടുപോവാം, എന്നിട്ട് സ്ട്രെച്ച് ചെയ്യാം. Again you can stretch here. ഇവിടെ പിടിക്കാം, പതുക്കെ ബാക്ക് ടു പൊസിഷൻ. തിരിച്ചിവിടെ വരാം. ഇങ്ങനെ സൈഡിലേക്ക് പോവാം, പാരലൈറ്റ് സൈഡിലേക്ക് പോവാം, തിരിച്ചു വരാം, പോവാം, തിരിച്ചു വരാം. ഇതാണ് കൂൾ ഡൗൺ. കൂൾ ഡൗൺ ഒത്തിരി എലമെന്റ്സ് ഉണ്ട്, പക്ഷെ ഒന്ന് കുറച്ചേ കാണിക്കുന്നുള്ളൂ, കാരണം നിങ്ങൾക്ക് വർക്കൗട്ട് ആണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കിടച്ചു കുറച്ച് കിടച്ചിട്ടുള്ളൂ, അത്രയും കിടക്കുള്ളൂ കേട്ടോ. ഇതാണ് അർപ്പിത, മടിച്ച് പാറുക. ഞാൻ എവിടെയും വിളിച്ച് പറയും, എന്റെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് പറയല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു. എല്ലാവരും അത്യാവശ്യം കിടച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാം. നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇനി ഇടാം, കാരണം ഇത് റിക്വസ്റ്റ് പ്രകാരം ഇട്ടതാണ്. സുംബ അല്ലാണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ട ഒരു മിനിമം വർക്കൗട്ടാണ് ഇത് കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 നേരം ചെയ്യാം, 3 നേരം ചെയ്യാം. ഒന്ന് ഓപ്പൺ ആക്കി ഇടാം, നോക്കി ചെയ്താൽ മതി. കാരണം സിമ്പിളായിട്ട് എല്ലാവർക്കും പറഞ്ഞു തരുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവരും ഫോളോ ചെയ്യുക. തടി എല്ലാവരും കുറയ്ക്കണം എന്നുള്ളൊരു മാത്രം കേട്ടോ. തടി ഒരിക്കലും ഒരു എന്താ പറയാ കുറവല്ല, അത് ഉള്ളവരും നല്ല ഭംഗിയിൽ നല്ല കോൺഫിഡൻസ് നടക്കുന്നവർ ഒത്തിരി പേരുണ്ട്. കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇത് ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതെ പഠിപ്പിച്ച് വെച്ചേക്കുന്നതേ അല്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിന് സമയമായി. വൈൻഡിങ് അപ്പ്. ബൈ.